ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അൽഹംദുലില്ലാ നമ്മളും ഇവിടെ റാഹത്തായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് അധികം വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്, എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ഇതാ നമ്മൾ രാവിലെ തന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് എന്താ പറയുക, നമ്മൾ റാഗിപ്പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു റാഗി വെച്ചിട്ട് ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതിൻ്റെ പുട്ടുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണെന്ന്. അപ്പോൾ ഇതാ റാഗിൻ്റെ സേമിയ വെച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു പുട്ട് തയ്യാറാക്കി എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സേമിയ നമ്മൾ 10 മിനിറ്റ് നേരം ഉപ്പ് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. സേമിയ മുങ്ങിക്കെടുക്കുന്ന അത്രക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അങ്ങനെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. ശേഷം നമ്മൾ ഇതുപോലെ നന്നായിട്ട് തന്നെ പിഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുക കേട്ടോ. അങ്ങനെ ഇതൊക്കെ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് നമ്മൾ മാറ്റിയിട്ടുള്ള സേമിയാണ്. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ പൊടിച്ചെടുക്കുക. അങ്ങനെ നമ്മളിങ്ങനെ ഇതാക്കി എടുക്കുമല്ലോ, അങ്ങനെ ഇതുപോലെ എല്ലാം കട്ടകളൊക്കെ ഒടിച്ചിട്ട് കിട്ടുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ പുട്ടിൻ്റെ സേമിയ ആയി വരും കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ആവും. ഇനി നമുക്കിതിലേക്ക് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കറക്റ്റ് ഉപ്പാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കിട്ടുക. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കുന്ന സമയത്ത് ഉപ്പിടാൻ ആരും മറന്നു പോയത്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ഇനി അറിയുന്നവർ എന്തിനാ അതൊക്കെ പറയുന്നതെന്നൊന്നും വിചാരിക്കേണ്ട. അറിയുന്നവർക്ക് വേണ്ടിയിട്ടല്ല, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം ഇത് കാണിക്കുന്നു എന്ന് മാത്രം കേട്ടോ. അപ്പം ഈ ഒരു സേമിയ പുട്ട് ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ്. മറ്റുള്ള പുട്ടിനേക്കാളും ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഉണ്ടാക്കാൻ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമുക്ക് മറ്റുള്ള എന്തെങ്കിലും പണികൾക്കൊക്കെ പോവാം. അത് കഴിഞ്ഞ് നമ്മൾ എടുക്കുന്ന പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് വന്നിട്ട് ഇത് പിഴിഞ്ഞെടുത്തിട്ട് വേഗത്തിൽ തന്നെ ചുട്ടെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ഇവിടെ ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പച്ച തേങ്ങ കിട്ടുക എന്നുണ്ടെങ്കിൽ അതാണ് ഒന്നും കൂടി പുട്ടിനൊക്കെ ടേസ്റ്റ് കിട്ടുക അല്ലേ. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മൾ എന്താ പറയുക, നല്ല പച്ച തേങ്ങ കിട്ടിയപ്പോൾ നല്ലോണം പുട്ടൊക്കെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓവറായിട്ട് തേങ്ങ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ ഈ ഒരു സേമിയ പുട്ട് എന്താ പറയുക, റാഗിപ്പുട്ട് കഴിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ അല്ലേ. അപ്പോൾ നല്ല ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് നമുക്ക് ഈ ഒരു പുട്ട് ഉണ്ടാക്കുമ്പോൾ കേട്ടോ ഇതിനെക്കൊണ്ട്. അപ്പോൾ വെയിറ്റ് ലോസിനും അതുപോലെ തന്നെ രക്തം ഉണ്ടാവാനും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് റാഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ തേങ്ങ മാക്സിമം നമ്മൾ കുറച്ചിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുട്ടിനൊന്നും അത്ര ടേസ്റ്റ് കിട്ടൂല, കഴിക്കാൻ തോന്നൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം കുറച്ച് തേങ്ങ ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വെയിറ്റ് ലോസിനല്ല, നമുക്ക് വേറെ ഒരു സംഗതിക്കും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ പുട്ടുണ്ടാക്കും പോലെ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ നല്ലോണം തേങ്ങ ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ എനിക്ക് പുട്ടുണ്ടാക്കുമ്പോൾ എന്തായാലും കുറച്ച് ചേർത്തിട്ട് ഉണ്ടാക്കാൻ കഴിയൂല. ഞാനിങ്ങനെ ഇടുമ്പോൾ അത്യാവശ്യം തേങ്ങായി വരും കേട്ടോ. പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ നുള്ളി മാറ്റി ഒഴിവാക്കി അങ്ങനെയൊക്കെ കഴിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചായക്കുടിയൊക്കെ കഴിഞ്ഞ് ഇന്നിപ്പോൾ നമ്മൾ ക്ലീനിങ്ങിനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഇൻഷാ അല്ലാ നമ്മുടെ നോമ്പ് ഇവിടെ പടിവാതിൽക്കൽ എത്തിയിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് തന്നെ നമ്മളെ നനച്ചുളിപ്പണി തീർക്കൽ നമുക്ക് എന്തായാലും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 2 ദിവസം എടുത്തിട്ടുള്ള എല്ലാ ക്ലീനിങ്ങും കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടെ തന്നെ നമ്മളെ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്താൻ എല്ലാവരും ശ്രമിക്കണേ, മറന്നു പോകരുത്. കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് ക്ലീനിങ്ങൊക്കെ ചെയ്തതിനെ കൊണ്ട് ഇന്നിപ്പോൾ കുറച്ചെന്ന് പറഞ്ഞുകൂടെ കേട്ടോ. 2 ദിവസം വെച്ച് എടുക്കാനുള്ള എന്നാലും ഉണ്ട്. എനിക്ക് മൊത്തത്തിൽ ഒന്നിച്ചെടുക്കാൻ കഴിയൂല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റും പോലെയൊക്കെ ഓരോ ദിവസം വെച്ചിട്ട് അങ്ങനെ എടുത്ത് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഇപ്രാവശ്യത്തെ ക്ലീനിങ്ങൊക്കെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലുള്ള മേലെ ഭാഗത്തുള്ള ഫുള്ള് നമ്മൾ 2-3 ദിവസം വെച്ചിട്ട് അങ്ങനെ തീർത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ താഴെ കിച്ചൺ, ഡൈനിങ് ഹാള്, റൂമുകൾ, സിറ്റ് ഔട്ട്, പോർച്ച് അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും ഒന്നിങ്ങനെ മണ്ണാത്തവലൊക്കെ തട്ടിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ
നമുക്ക് എന്താ ജനൽ വാതിൽ അങ്ങനത്തെ ഒക്കെ നനച്ച് തുടക്കുകയൊക്കെ വേണം. അപ്പോൾ എല്ലാം കൂടി ഇന്ന് ചെയ്യുന്നില്ല, 2 ദിവസം വെച്ചിട്ടാണ് ഞാൻ ക്ലീനിങ് എല്ലാം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് മാക്സിമം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ്. എന്നാലും നമ്മളെ നാട്ടിൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണല്ലോ അല്ലേ. പിന്നെ ഈ ഒരു മണ്ണാച്ചൻ എന്ന് പറയും, മണ്ണാത്തൻ എന്ന് പറയും കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ എന്താണ് പേരെന്ന് പറയാൻ എനിക്കറിയില്ല. അപ്പോൾ നമ്മളിതാ മണ്ണാത്തൻ എന്ന് പറയുന്നുണ്ട്, മണ്ണാച്ചൻ എന്ന് പറയുന്നുണ്ട്. പല വാക്കുകളും എൻ്റെ വീട്ടിൽ ഒരുവിധം പറയും, ഇവിടെ മറ്റുള്ള പേര് പറയും. അപ്പോൾ എന്തായാലും മണ്ണാച്ചനും മണ്ണാത്തനൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ലല്ലോ. ആ സംഭവം നിറയല്ലോ വേഗത്തിലില്ലേ. പിന്നെ അത് നമ്മളിങ്ങനെ തട്ടി പോന്നാൽ അതിൻ്റെ വേക്കിൽ തന്നെ അവർ വന്നിട്ട് ഇങ്ങനെ കൂട്ടാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിച്ച് വരുന്ന സമയത്തൊക്കെ നമ്മൾ അറിയാതെ ഇങ്ങനെ മേലോട്ട് നോക്കി പോകാറുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണിൽ പെടുന്നത് അന്നാന്ന് തന്നെ നമ്മളിങ്ങനെ തട്ടി പോക്കലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും മണ്ണാച്ചമര എല്ലായിടത്തും ഇല്ല കേട്ടോ. അപ്പം എന്താ പറയുക, ഈ ഒരു ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മണ്ണാച്ചമല തട്ടുന്ന വടിയൊക്കെ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ അങ്ങനെ റൗണ്ട് അടിച്ച് അങ്ങനെ തട്ടിപ്പോവും. കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലേ, കടലാസ് പൂവിൻ്റെ കുറച്ച് പൂക്കളൊക്കെ എടുത്തിട്ട് ഞാൻ വെള്ളത്തിൽ മുക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ അങ്ങനെ വാടി കുഴഞ്ഞു വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് അതിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് നമ്മളെ പൂവ് മാത്രം ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇപ്പോഴും കാണാൻ, അധികം വാടി പോയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം കുറച്ച് ദിവസം കൂടി അങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുള്ളതാണ്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നമ്മുടെ റമദാൻ ഇവിടെ അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ആയിട്ട് തന്നെ വീട് നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു ആശ്വാസവും സമാധാനമൊക്കെ തന്നെയാണ് അല്ലേ. അതല്ലാതെ നമ്മളിതൊന്നും എടുക്കാതെ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒരു സമാധാനം കിട്ടൂല കേട്ടോ. നമ്മൾ നോമ്പെടുത്ത് ഫുഡ് പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഫുഡ് ഉണ്ടാക്കുന്ന കഴിക്കുന്ന വീണ്ടും നോമ്പ് എടുക്കുന്ന നിന്നാലും നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മളെല്ലാപ്പോഴും നമ്മൾ വീട്ടിലൂടെ ഇങ്ങനെ നടക്കുന്നല്ലേ. അപ്പോൾ നമ്മൾ അത് ചെയ്തില്ലല്ലോ ഇത് ചെയ്തില്ലല്ലോ നമുക്ക് വല്ലാത്തൊരു കുറ്റബോധമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റമദാൻ വരുമ്പോൾ എന്താണെന്നറിയില്ല, മാഷാ അല്ലാ അൽഹംദുലില്ലാ, നമുക്ക് ആ സമയത്ത് പഠിച്ചവൻ എന്തോ ഒരു എനർജി നമുക്ക് തരാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ക്ലീനിങ്ങും ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നെക്സ്റ്റ് ഡേ നമുക്ക് റെസ്റ്റ് എടുത്താലും വേണ്ടിയില്ല, എടുക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കാണുമ്പോൾ ഒരു സുഖമാണല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാ സ്ഥലത്തും നമ്മൾ എത്താനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. പറ്റുമ്പോഴൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് വേസ്റ്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊക്കെ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നാലും ഈ നോമ്പിനായിട്ട് പ്രത്യേകം നമ്മൾ നനച്ചുളിപ്പണി എടുക്കുക എന്ന് പറയുമ്പോൾ അത് വേറൊരു ഫീലിംഗ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒന്ന് പൊടി തട്ടി അങ്ങനെ ഒന്ന് നനച്ച് തുടക്കും. അതിപ്പോൾ ഞാൻ മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്നത്, നമ്മളെ മുസ്ലിങ്ങളായാൽ എല്ലാവരും മാക്സിമം ഒരു 100% ആൾക്കാർ തന്നെ ഇത് ചെയ്യുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ എല്ലാവർക്കും തന്നെ ഈ റമദാൻ മാസത്തിൽ നല്ല ഹാപ്പി ആയിട്ട് നല്ലോണം നോമ്പെടുക്കാനൊക്കെ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ പണിയൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ അത് നമ്മളെ സമ്മതിക്കുന്നില്ല കേട്ടോ. ഒരു പണി എടുക്കുകയെന്നുണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണവും പിന്നെ ചൂടൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് എന്താ പറയുക, വെറുതെ നിന്നാലും ചൂടാണ്. എന്തെങ്കിലും ഒന്ന് അനങ്ങി പണിയെടുക്കുമ്പോഴത്തേന് ആകെ വേർത്ത് ആകെ നാശമായി പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇടയ്ക്കൊരു വല്ലപ്പോഴും ഒരു മഴയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ വലിയൊരു ആശ്വാസമായിരുന്നു ഇങ്ങനെ വിചാരിക്കാറുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നുണ്ടല്ലോ, ദുബായ് അങ്ങനത്തെ സ്ഥലത്തൊക്കെ നല്ല മഴ പെയ്തിട്ട് നല്ലൊരു കാലാവസ്ഥ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഒരു മഴ കിട്ടിയാൽ നമുക്കൊരു സമാധാനമായിരുന്നു അല്ലേ. ഇങ്ങനെ പണികളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് മഴ കിട്ടുമ്പോൾ വല്ലാത്തൊരാശ്വാസം തന്നെയാണ് തോന്നുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കും വൈകാതെ ഒരു മഴയൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ നല്ല നല്ല മൂടിക്കെട്ടുന്ന ടൈമൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ അപ്പോൾ വൈകാതെ തന്നെ ഒരു മഴയ്ക്കുള്ള ചാൻസൊക്കെ കാണുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതാ അൽഹംദുലില്ലാ മാഷാ അല്ലാ, നമ്മുടെ ക്ലീനിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ടി വിൻ്റെ അവിടെ നമുക്ക് കുറച്ചും കൂടി ഡെക്കറേഷനൊക്കെ ചെയ്യാനുള്ളൊരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ പെയിൻറ്റും ഇതൊന്നും നമ്മൾ വേറെ കളറിലൊന്നും അടിച്ചിട്ടില്ല. അതുപോലെ തന്നെ കുറേ വയറുകളൊക്കെ ഇവിടെ കാണുന്നുണ്ടല്ലോ അല്ലേ, അതൊക്കെ നമ്മൾ ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ വയറുകളാണ് കേട്ടോ. അപ്പോൾ ഒക്കെ വയറിങ് ചെയ്തിട്ട് അത് ബോക്സിൻ്റെ ഉള്ളിലേക്കൊക്കെ ആക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ടി വിൻ്റെ സെക്ഷനിൽ ഒരുപാടൊന്നുമില്ല കേട്ടോ, കുറച്ച് അവിടെ സംഗതികളൊക്കെ ചെയ്യാനുള്ളൊരു ഭാഗമായിട്ട് അങ്ങനെ ഒഴിച്ചിട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇൻഷാ അല്ലാ അംബിക നാട്ടിലുള്ള സമയത്ത് അവിടെ ഒന്നും കൂടി ഉഷാറാക്കി എടുക്കാനുള്ള ഭാഗം എന്നെക്കൊണ്ട് ഞാൻ ഒരു വീഡിയോയിലും അവിടെ എന്താ പറയുക കാണിക്കാറില്ല കേട്ടോ. അപ്പോൾ ഒന്നിപ്പോൾ ക്ലീൻ ചെയ്തപ്പോൾ മൊത്തത്തിൽ അവിടെയൊക്കെ ഒന്ന് കാണിച്ചൊന്ന് മാത്രം. പിന്നെ അതാ ഇങ്ങനെ മേശൻ്റെ ഉള്ളിലൊക്കെ നോക്കണ നേരം ഒരുപാട് വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ വലിച്ചിട്ടിട്ട് ഞാൻ ഒഴിവാക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ ജനലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതാ നനച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഞാൻ ഒരുപാടൊന്നും ഇതിൽ കാണിക്കുന്നില്ല, എന്നാലും കുറച്ച് പറ്റും പോലൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുമുണ്ട് കേട്ടോ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ആ ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത് കേട്ടോ.
അങ്ങനെ ഈ ഒരു റൂമിൽ ക്ലീൻ ചെയ്യാനുള്ളതൊക്കെ ഞാൻ തുടച്ചെടുത്ത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് എടുത്തിട്ട് മാറ്റി വിരിക്കാനായിട്ട് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റ് അലക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അത് ഇവിടെ സോഫേൻ്റെ കുഷ്യനൊക്കെ എടുത്തിട്ട് സിനു നന്നായിട്ട് തന്നെ തുടച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റക്കല്ല അന്ന് ക്ലീനിങ്ങിനുള്ളത് കേട്ടോ. എൻ്റെ കൂടെ സിനും കൂടി ഉണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഇതുപോലത്തെ പണികളൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്കൊരു മുട്ടുസൂചി എടുത്ത് തരാനും നമ്മളെ കൂടെ ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു ഹെൽപ്പ് തന്നെയാണ് അതിലെ. അപ്പോൾ മാഷാ അല്ലാ അൽഹംദുലില്ലാ നമ്മളെ സിനുക്കുട്ടി എൻ്റെ കൂടെ ഇതുപോലെ ചെയ്യാനൊക്കെ കൂടി തന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു എന്താ പറയുക ഒരു ഹെൽപ്പ് തന്നെയാണ് കേട്ടോ. സ്റ്റെയർ കേസൊക്കെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് സിനുവാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ സിനുവിൻ്റെ കൂടെ ചെയ്ത് തന്നിട്ടുണ്ട് മാഷാ അല്ലാ. അങ്ങനെ മക്കൾക്ക് അങ്ങനെ ഒരു നല്ലൊരു താല്പര്യം അവർക്കായിട്ട് തന്നെ തോന്നണം കേട്ടോ. നമ്മൾ എടുക്കണം എന്നൊക്കെ ഉള്ള നമ്മൾ കുറേ പറഞ്ഞാലും അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നാലൊന്നും മക്കൾക്ക് അത് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. വല്ലപ്പോഴൊക്കെ നമുക്ക് പിന്നെ ഒറ്റയ്ക്ക് എടുത്താൽ തീരൂല. അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ അവരോടൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാനൊരു മൂഡ് തോന്നുകയും ചെയ്യും കേട്ടോ. അതല്ലാതെ എല്ലാ സമയത്തും നമ്മളിങ്ങനെ മക്കളെ കൊണ്ട് മുറ്റടിക്കുക അല്ലെങ്കിൽ അത് ചെയ്യ് ഇത് ചെയ്യുന്ന എപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു മടുപ്പായിരിക്കുമല്ലോ പണിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് പറ്റാത്ത അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് എല്ലാം കൂടി ചെയ്യാൻ കഴിയാത്ത അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ള സമയത്ത് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യും മോളെ അങ്ങനെയൊക്കെ മക്കളെ നമ്മളൊന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിൽ നമ്മളോട് വല്ലാത്തൊരു ഇത് തോന്നും കേട്ടോ. ആ സമയത്ത് അവർ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളെ കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരികയും ചെയ്യും. അപ്പം നമുക്കത് എന്താണ് എന്ന് നമുക്ക് പറയാനറിയില്ല. അത്രയ്ക്കൊരു സമാധാനം സന്തോഷമൊക്കെ നമ്മളെ മക്കളെ കൊണ്ട് നമുക്കൊരു സഹായം കിട്ടുമ്പം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം. അങ്ങനെ ഇന്നത്തെ ക്ലീനിങ് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി ബാക്കിയുള്ളത് നെക്സ്റ്റ് ഡേ എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുള്ളതാണ്. എല്ലാം കൂടി നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് കഴിയൂലല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ രാത്രി നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചിട്ട് ഒരു പാസ്തയാണ് കേട്ടോ. നമുക്ക് വീട്ടിലിങ്ങനെ എന്തെങ്കിലും മക്കളൊക്കെ നമ്മളെ കൂടെ ഹെൽപ്പ് ചെയ്ത് തരിക എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു സന്തോഷമായിരിക്കും. അവർക്ക് ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ കേട്ടോ. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഈ ഒരു ക്രീം പാസ്ത ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് പണിയൊക്കെ എടുത്ത് ഇങ്ങനെ എൻ്റെ കൂടെ നിന്നപ്പോൾ ഇന്ന് ഞാൻ ക്രീം പാസ്ത ഉണ്ടാക്കി തരുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ മക്കളെ കൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യിക്കുമ്പോൾ അവർക്കൊരു ഇഷ്ടപ്പെട്ട ഫുഡോ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കാൻ ക്യാഷോ അങ്ങനെയൊക്കെ ചെറുത് എന്തെങ്കിലുമൊക്കെ സമ്മാനമായിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് നല്ലൊരു സന്തോഷമായിരിക്കും അത് കേട്ടോ. നമുക്ക് വീണ്ടും അങ്ങനെയൊക്കെ ചെയ്ത് തരാനൊക്കെ തോന്നുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാത്രി നമ്മൾ മക്രോണി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഒരുപാട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുന്നേ ഒക്കെ ഓരോരോ വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ടുണ്ടാക്കി നോക്കട്ടെ. നമ്മൾ ബട്ടർ ഇട്ടിട്ടുണ്ട്. ബട്ടറിലേക്ക് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ക്രീം ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിലേക്ക് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പാലിന് പകരം വെള്ളം യൂസ് ചെയ്യരുത് കേട്ടോ. പാൽ തന്നെ ചേർത്ത് കൊടുത്തിട്ട് ക്രീമാക്കി എടുത്തിട്ട് അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിപ്പോൾ ചിക്കൻ ചേർക്കാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചിക്കൻ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പല വെറൈറ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കും ക്യാരറ്റും ഇട്ടിട്ടാണ് ഞാൻ സാധാരണ ഉണ്ടാക്കാറുള്ളത്. അതിനും നല്ലൊരു ടേസ്റ്റാണ്. ഇന്നിപ്പോൾ അത് ചേർക്കാതെ നമ്മളതിന് പകരം പച്ചമുളകും ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റേജ് ഞാൻ കാണിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കുരുമുളകും മാത്രം ചേർത്ത് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ നന്നായിട്ട് ഇങ്ങനെ ഇതുപോലെ ഒന്ന് പിച്ചി കൊടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മക്രോണി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക, മിക്സ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ എല്ലാ വശത്തേക്കും ഒരുപോലെ എത്തുമല്ലോ. അങ്ങനെ എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് ക്രീമിൻ്റെ ഒരു കുറവുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ടേസ്റ്റ് നല്ലോണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പിന്നെ ക്രീം ഉണ്ടാക്കാനൊന്നും നിന്നിട്ടില്ല. മക്കളും പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ട്, ചിക്കനൊക്കെ ഇട്ടതിനെ കൊണ്ട് ഒന്നും കൂടി ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ക്രീം ഇത്രയൊക്കെ മതി. പക്ഷേ കാണാൻ അത്ര ക്രീമായിട്ട് തോന്നുന്നില്ല കേട്ടോ. കഴിക്കുന്ന സമയത്ത് ഒരു പാകത്തിനുള്ള ക്രീം ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിങ്ങനെ ഇതുപോലെ ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്തിട്ട് വേഗത്തിൽ കഴിക്കുകയാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ഡേ നമുക്ക് കുറച്ചും കൂടി പണികളൊക്കെ ഉണ്ട് ക്ലീനിങ് തന്നെ. അപ്പോൾ നമ്മൾ ഇന്നത്തേത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചതാണല്ലോ, ബാക്കിയുള്ള നാളെ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമുക്ക് നേരത്തെ തന്നെ വേഗം കിടന്നുറങ്ങാം. എന്നാൽ പിന്നെ നെക്സ്റ്റ് ഡേ നമുക്ക് നല്ല എനർജിയോട് കൂടിയിട്ട് തന്നെ എണീച്ച് വന്നാൽ നമുക്ക് വേഗത്തിൽ പണി സ്റ്റാർട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ അതാ മക്കൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ 4 പാത്രത്തിൽ അങ്ങനെ വിളമ്പി വെച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല സന്തോഷത്തോട് കൂടി തന്നെ മക്കളും ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കേട്ടോ.
അപ്പോൾ ഫസ്റ്റ് മുതൽ നമ്മളെ ക്ലാസ്സുകൾ ഓരോന്നായിട്ട് ബ്രഷ് അങ്ങനെ ഇങ്ങനെ ഫസ്റ്റിൽ ഞാൻ കാണിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. എല്ലാം കഴുകാനായിട്ട് ഇനി നമുക്ക് ബേസിലേക്ക് വെക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇറക്കിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ജനലൊക്കെ ഒന്ന് തട്ടിയിട്ട് നനച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ജനൽ എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. അധികം കമ്പികളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇല്ലാത്തതിനെ കൊണ്ട് ഇത് ക്ലീൻ ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്. പിന്നെ അത് ഉയർത്തൊക്കെ കയറി നിൽക്കുമ്പോൾ വല്ലാത്തൊരു സമാധാനക്കേടാണ് കേട്ടോ കാലിനൊക്കെ. അപ്പോൾ എനിക്ക് അങ്ങനെയാണ്. പിന്നെ ഓവർ ഉയർത്തേക്കൊന്നും കയറാൻ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. കാരണം ഇതന്നെയാണ് എനിക്ക് എന്തോ ഒരു കാലിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ എന്തോ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒരു കസേര വെച്ചിട്ട് ഇങ്ങനെ കയറി സിനുവിൻ്റെ കയ്യിലേക്ക് എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ സിനുവിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഈ ഏതാണ് ചെയ്യുന്നത്. അപ്പോൾ സീനോ ഏറ്റവും എളുപ്പമുള്ളത് പറഞ്ഞു. ഞാൻ ഇതൊക്കെ ഇങ്ങനെ വാങ്ങി വെച്ചോളാം, നിങ്ങൾ അങ്ങനെ ചെയ്തോളി ഇങ്ങനെ ചെയ്തോളി. എന്നാലും ഞാൻ മാക്സിമം അവൾക്ക് പറ്റും പോലെ ചെയ്യാനുള്ളതൊക്കെ ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കത് സമാധാനമാണ്. അപ്പോൾ ഓവറായിട്ടൊന്നും ചെയ്ത് തന്നില്ലെങ്കിലും അവൾക്ക് പറ്റും പോലെയൊക്കെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എൻ്റെ കൂടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. എന്നാലും നമ്മൾ കുറേ എടുത്ത് ഇങ്ങനെ ക്ഷീണിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ അവക്കാണെങ്കിലും കുറച്ച് സമയം ഇങ്ങനെ കഴിയുമ്പോൾ മടുപ്പ് വരും. മക്കളല്ലേ. അപ്പോൾ നമ്മളെപ്പോലെ അല്ലല്ലോ, മക്കൾക്ക് അത് എടുത്തോളണമെന്ന് അത്ര നിർബന്ധമൊന്നുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ എടുത്തിട്ട് ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഫോണൊക്കെ ഇങ്ങനെ തോണ്ടാനൊക്കെ പോണ സമയത്ത് ഞാനിങ്ങനെ വിളിച്ച് ശല്യം ചെയ്യും കേട്ടോ. അപ്പോൾ അവൾക്ക് ഇങ്ങനെ ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിലേറെ ദേഷ്യം വരും. അങ്ങനെ എന്താ പറയുക, അതൊക്കെ നമ്മളെ ഈ ഒരു പണീൻ്റെ ഒരു ഭാഗത്തുള്ള സംഭവം ആണ്. അങ്ങനത്തെ ഒക്കെ അല്ലേ ഒരു വീട്ടിലായാലും അങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലോ. എന്നാലും നമ്മളതെല്ലാം ക്ലീൻ ചെയ്ത് മാഷാ അല്ലാ എല്ലാം സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പ്ലേറ്റുകൾ ബൗളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഞാൻ എടുത്ത് കഴുകാൻ പോകുന്നില്ല കേട്ടോ. ഇതൊക്കെ ഒരു മാസം പോലും ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും ഓവറായിട്ടൊന്നും കാണാനില്ല. ചെറിയ ഓരോ കറുത്ത ഓരോ പൊടികൾ മാത്രം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആ തട്ടുന്ന സാധനം വെച്ചിട്ട് അങ്ങനെ ജസ്റ്റ് തട്ടി കൊടുക്കുകയാണ് ചെയ്തത്. പാത്രങ്ങൾ പിന്നെ വല്ലപ്പോഴും ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എടുക്കുന്നതാണല്ലോ, അല്ലാത്ത സമയത്തൊന്നും നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ അതിലൊന്നും ഒട്ടും തന്നെ പൊടികളില്ല. അത് നമ്മൾ ഈ ഒരു ഇതിങ്ങനെ അടച്ചു വെക്കുന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ ഒന്നും കാണാനില്ല കേട്ടോ. പിന്നെ വെറുതെ നമ്മളൊരു പണി എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിതൊന്നും കഴുകുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കഴുകാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ വൃത്തിയായി തന്നെ നിൽക്കുന്നതിനെ കൊണ്ട് ഞാൻ വിചാരിച്ചതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുടച്ചിട്ട് അങ്ങനെ വെക്കട്ടെ. ഒരു ഗ്ലൈസിങ് കിട്ടണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അല്ലാതെ പൊടികളോ കാര്യങ്ങളോ ഒന്നും ഇതിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വീട്ടിൽ നമ്മൾ ഇടയ്ക്ക് ചെയ്യുന്നതാകുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് വൃത്തിയിൽ തന്നെ നിൽക്കുമല്ലോ. അപ്പോൾ ഇതൊന്നും നമ്മൾ വെച്ച സമയത്ത് ഉള്ളതുപോലെ തന്നെയാണ്. പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ പണികളൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് പണിയായിട്ട് തോന്നും കേട്ടോ. കാരണം ഇതിലൊക്കെ നിറയെ ഓരോരോ വേസ്റ്റുകളൊക്കെ നിറഞ്ഞ് കിടക്കുമല്ലോ. അപ്പോൾ പിന്നെ അതൊക്കെ എടുത്ത് വെച്ച് നമുക്ക് ഓരോന്ന് കഴുകി വൃത്തിയാക്കി വെക്കേണ്ടി വരും.
കാട്ടിച്ച അരി താഴത്തെ തട്ടിലോ കേക്ക് വെച്ചാളോ അതിനകത്തൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കേൾക്കാനേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഈ ഒരു ഷെൽഫുകളെല്ലാം ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇനി നമുക്ക് ഇതുപോലെ താഴെ ഭാഗമുണ്ട് പിന്നെ ഒരുപാട് ക്ലീൻ ചെയ്യാൻ. അപ്പോൾ അതിൻ്റെയൊക്കെ സ്ഥിതി എന്താണെന്ന് നമുക്ക് നോക്കണം കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ എല്ലാം എടുത്ത് ഇങ്ങനെ ചെക്ക് ചെയ്ത് നമ്മൾ ക്ലീൻ ചെയ്യുന്നതിനെ കൊണ്ട് അധികമൊന്നുമില്ല. എന്നാലും ഈ ഒരു റമദാനിലേക്ക് നമ്മൾ അത് നിയത്ത് ചെയ്തിട്ട് എടുക്കുമ്പോൾ വേറൊരു സുഖം തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി താഴെ ഭാഗം മൊത്തത്തിലുണ്ട് ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്യാൻ. അപ്പം ഇത് നമ്മൾ ഡെയിലി എടുക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട് ഒരു ഭാഗത്തേക്ക് കിട്ടും. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കട്ടെ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കുപ്പിയിലൊക്കെ എന്തെങ്കിലും സാധനം ഇട്ട് വെച്ചതൊക്കെ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ അന്നേരം തന്നെ നമ്മളെല്ലാം കേക്ക് ഇങ്ങനെ ഉണക്കാനായിട്ട് വെക്കുന്നതാണല്ലോ. പണ്ടത്തെ കാലത്തെ പോലെ ഒന്നും നമ്മൾ പിന്നെ കഴുകാതെ അങ്ങനെ പിന്നെ ബൗളും പിന്നെ അല്ല കുപ്പികളായാലും അങ്ങനത്തെ സംഭവങ്ങളൊന്നും വെക്കുന്നില്ല. അപ്പോൾ പിന്നെ പഴയ കാലത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റമദാൻ വരുമ്പോഴാണ് എല്ലാം ഒന്ന് തട്ടിക്കൊടിഞ്ഞ് പിന്നെ കേക്ക് എടുക്കുന്ന സമയമല്ലേ. ഇപ്പോഴത്തെ കാലത്ത് പിന്നെ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്ത് സാധനങ്ങളും തീർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ പിന്നെ എല്ലാ കുപ്പികളായാലും എല്ലാ സംഭവങ്ങളും നീറ്റാക്കി വെക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ ഞാനും എല്ലാം പിന്നെ എന്ത് പിന്നെ ഓരോരോ ബോട്ടിലൊക്കെ ഓരോ സംഭവങ്ങൾ ഇട്ട് വെക്കല്ലോ. അപ്പോൾ അതൊക്കെ തീർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് വെക്കുന്നതിനെ കൊണ്ട് ഒരുപാട് കഴുകാനൊന്നുമില്ല കേട്ടോ. പിന്നെ സിനുക്കുട്ടിക്ക് ഞാൻ കുറച്ച് പണികളവിടെ വേറെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ കുറച്ച് ചെറിയ ചെറിയ ഗ്ലാസ്സുകളും കപ്പുകളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊന്ന് അവളോട് കഴുകാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ കുറച്ച് പൊടികളൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഇതുപോലത്തെ ഷെൽഫിൻ്റെ ഉള്ളിൽ വെക്കുന്ന അല്ല പുറത്ത് വെക്കുന്ന ഷെൽഫിലാണുള്ളത്. അപ്പോൾ അതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഇങ്ങനെ കിടന്നിട്ടുണ്ട് ഗ്ലാസിൻ്റെ ഉള്ളിലേക്കൊക്കെ. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് നമുക്ക് പിന്നെ കമത്തി വെച്ച് കൊടുത്താൽ നമുക്ക് നെക്സ്റ്റ് ഡേ അതിലേക്ക് കയറ്റി വെക്കാം. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ക്യൂട്ടായിട്ടുള്ള ഓരോരോ ഇങ്ങനെ ഇതാണ് കേട്ടോ, കപ്പുകളാണ്. അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് ആ ഒരു പാത്രത്തിലുള്ള കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റിയിട്ടുണ്ടോന്നും അറിയില്ല. എന്തായാലും അതിൽ നമുക്ക് ഒന്നും കുടിക്കാനൊന്നും പറ്റില്ല, ഷോക്ക് വെക്കാൻ തന്നെയാണ് പറ്റുക കേട്ടോ. പിന്നെ അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഗാവയൊക്കെ ഉണ്ടാക്കുമല്ലോ, പിന്നെ സൗദി ഗാവ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് കൊണ്ടുവരുന്ന ഗാവപ്പൊടി കൊണ്ട് നമ്മൾ ഗാവ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലത്തെ ചെറിയ കപ്പിലൊക്കെ ഒഴിച്ചിട്ട് കുടിക്കാൻ പറ്റും. അതുപോലെ സംസം വെള്ളം കുടിക്കുക അങ്ങനത്തേനൊക്കെ പറ്റുന്ന ചെറിയ ചെറിയ പിന്നെ എന്താ പറയുക കപ്പുകളാണത് കേട്ടോ. അപ്പോൾ സിനിക്കുട്ടിനോട് അതൊക്കെ ഒന്ന് കേക്കിയിട്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്.
നമ്മളെ സിനിക്കുട്ടി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതാ ഞാൻ പറഞ്ഞ പോലെ തന്നെ കപ്പുകളൊക്കെ പിന്നെ എല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് കമത്തി വെച്ചിട്ടില്ല. ഒരു ഓട്ടമുള്ള പാത്രം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിലേക്ക് കമത്തി വെച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിട്ട് പോയിട്ടുണ്ട് അത് കമത്തി വെക്കാൻ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ സിനുകുട്ടി എന്താ ചെയ്തത്, എല്ലാം കഴുകി അതുപോലെ നീറ്റിൽ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കുന്ന നേരം ഞാൻ പറഞ്ഞു വാർന്ന് പോകണ്ടേ മോളെ, ഇതിങ്ങനെ കമത്തി വെക്കണ്ടേന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ എല്ലാം ഞാൻ എടുത്തിട്ട് ഇതുപോലെ കമത്തി വെക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് അടിയിലൊരു പാത്രം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ അത് നന്നായിട്ട് ഡ്രൈ ആയി വരും. എന്നിട്ട് നമുക്ക് ആ ഒരു പിന്നെ ഷെൽഫിലേക്ക് അങ്ങനെ കയറ്റി വെക്കുകയും ചെയ്യാം ഓരോന്നെടുത്തിട്ട്. അങ്ങനെ പണികൾ ഇങ്ങനെ എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് വിശക്കുന്നതിനൊക്കെ നന്നായിട്ട് തുടങ്ങുന്നുണ്ട്. ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല കാര്യമായിട്ടൊന്നും. അപ്പോൾ സനു മീനൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, പക്ഷേ ഉണ്ടാക്കാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അതിലങ്ങനെ കുറേ സമയം പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു പണി മാക്സിമം പറ്റും പോലൊക്കെ അങ്ങ് എടുക്കട്ടെ. അതിൻ്റെ ഇടയിൽ നമുക്ക് വല്ലാതെ വിശക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തട്ടിക്കൂട്ട് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ടെക്നിക്കൊന്നും എനിക്ക് അറിയില്ല. കളർ തന്നെ അല്ലല്ലേ അമ്മ, പച്ചവെള്ളം മതിരില്ല. സനു സർബത്ത് കലക്കി തന്നിട്ടുള്ളതാണ്. അത് ഞങ്ങൾ ഒഴിച്ച് നോക്കണേരം തീരെ കളറും രുചിയും ഒന്നുമില്ല. പിന്നെ സിനു അതിലേക്ക് കുറച്ചുകൂടി സർബത്തൊക്കെ ഒഴിച്ചിട്ട് കലക്കിയെടുത്ത് ഞങ്ങൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ കുടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പകുതി ക്ഷീണമൊക്കെ അങ്ങനെ മാറി കിട്ടുമല്ലോ തണുത്ത എന്തെങ്കിലും കിട്ടുന്ന സമയത്ത്. ഇപ്പോൾ നല്ല ചൂടായതിനെ കൊണ്ട് നമുക്ക് തണുപ്പുള്ളത് എന്തെങ്കിലും കഴിക്കാനും കുടിക്കാനൊക്കെ ആണല്ലോ വേണ്ടത്. അപ്പോൾ അങ്ങനെ സർബത്തൊക്കെ കുടിച്ചിട്ടുണ്ട്. വീണ്ടും ഞങ്ങൾ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പണികളൊക്കെ എടുക്കുന്നതിൻ്റെ ഇടയിൽ സനുവിന് വിശക്കുന്നതെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ രണ്ടാൾക്കും ഓരോരോ പണികൾ അങ്ങ് കൊടുത്തിട്ടോ. എന്താണെന്ന് വെച്ചാൽ സീനോ മീനൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കഷ്ണം വെട്ടിക്കൊണ്ടുവന്ന മീനാണല്ലോ, അപ്പോൾ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രം ഇനി എടുത്താൽ മതി, ബാക്കി ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ സിനുക്കുട്ടി എന്ത് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ പൊരിക്കാനുള്ള മീനുകളൊക്കെ എടുത്തിട്ട് അങ്ങനെ കേകി അതിലേക്ക് മസാലയൊക്കെ തേച്ച് കൊടുത്ത് സനുവിനോട് പൊരിക്കാൻ പറഞ്ഞ് ഞാൻ ചപ്പാത്തിയും ചൂടാന്ന് പറഞ്ഞു. ഉച്ചക്ക് ചപ്പാത്തിയും മീൻ പൊരിച്ചതും മാത്രം മതി എന്ന് വിചാരിക്കുക കേട്ടോ. അപ്പം കറിയൊന്നും ഉണ്ടാക്കാൻ അവർക്ക് അറിഞ്ഞൂടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും തക്കാളിക്കറി വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഉണ്ടാക്കാൻ മടിയൊക്കെ ആയതിനെ കൊണ്ട് വേണ്ടാന്ന് പറഞ്ഞ് പൊരിച്ച മീനും ചപ്പാത്തിയും മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരാൾ ചപ്പാത്തി ചുടുന്നുണ്ട്, ഒരാൾ മീൻ പൊരിക്കുകയും ചെയ്യുക കേട്ടോ. അങ്ങനെ ഞാനിതാ എനിക്ക് പിന്നെ പറയാനുള്ള പണി എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് പണികളൊന്നും അല്ലല്ലോ, എന്തെല്ലാം പണികളുണ്ട് കിച്ചണിൽ നിറഞ്ഞ് കിടക്കുകയാണല്ലോ. അപ്പോൾ ഞാനിങ്ങനെ കേകി ഉണങ്ങിയ സംഭവങ്ങളൊക്കെ അതിലേക്കൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കേൾക്കാനുള്ളത് കേൾക്കുന്നുണ്ട്. പിന്നെ ഇനി സ്റ്റോർ റൂമിലേക്കൊന്ന് കയറാനുണ്ട്. അങ്ങനെ വേണ്ട എല്ലാ പണികളും നമുക്കുണ്ട്. നമുക്ക് മക്കളെപ്പോലെ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുള്ള പണികൾ അല്ലല്ലോ. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഓരോ ജോലി അങ്ങനെ കൊടുത്തിട്ട് ഞാൻ എൻ്റെ പണികൾ എടുക്കാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു വിശക്കുന്നുണ്ട്, എല്ലാവർക്കും വിശക്കുന്നുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ കഴിച്ചോളാം, അല്ലെങ്കിൽ ഞാനിങ്ങനെ എടുക്കുന്ന സമയത്ത് അങ്ങനെയാണ്. എനിക്ക് മറ്റുള്ള വേറെ ഒരു ചിന്തയും വേറെല്ലേക്കൊന്നും പോകാൻ തോന്നില്ല. എടുക്കുമ്പോൾ പണി എടുക്കുമ്പോൾ അതിലേക്ക് മാത്രം അങ്ങനെ ഇത് കൊടുത്തിട്ട് അങ്ങനെ എടുത്ത് തീർക്കുക എന്നുള്ളത് എൻ്റെ മൈൻഡിലുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കൾക്കും വിശന്നപ്പോൾ അവർ വേഗത്തിൽ രണ്ടാൾ റെഡിയാക്കി പിന്നെ ഫുഡൊക്കെ റെഡിയാക്കി കൊണ്ടുവച്ചിട്ട് എന്നെ വിളിക്കുകയാണ് ചെയ്തത്. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട് ആ സമയത്തും. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഞങ്ങളെന്ന് പറയാൻ പറ്റുമോ ഉണ്ട് കേട്ടോ, മക്കൾ കൂടിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനത്തെ എല്ലാ പണികളും ചെയ്ത് തീർന്നതിന് ശേഷം എൻ്റെ സനു എനിക്ക് പിന്നെ ഞാൻ പറഞ്ഞു താഴെ മേലൊക്കെ ഒന്ന് നമുക്ക് തുടക്കുകയും വേണം കേട്ടോ, സനു എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോൾ സനു എനിക്ക് തുടക്കാനായിട്ട് കൂടി തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ സിനു ആണെങ്കിലും എല്ലായിടത്തും ഒന്ന് അടിച്ചു വാരി തരികയും ചെയ്തിട്ടുണ്ട്. നല്ലോണം ക്ലീൻ ആയിട്ടൊന്നും കിട്ടൂല, എന്നാലും അവർക്ക് കഴിയും പോലെ പറ്റും പോലെയൊക്കെ തന്നെ അവർ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ.
അപ്പോൾ ഈ ഒരു ഷെൽഫിലുള്ളത് നമ്മളെ കേക്കിൻ്റെ ഐറ്റംസ് എല്ലാം വെക്കുന്ന ഷെൽഫാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ അടിച്ചിടുന്ന കാരണം അതിലൊന്നും ഒട്ടും തന്നെ ഒരു സംഭവം ഇല്ല കേട്ടോ. എന്നാലും നമുക്ക് എല്ലാം ഇടുന്ന പുറത്തേക്ക് എടുത്തിട്ട് തുടച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം വലിച്ചു വാരി ഇട്ടിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു എന്താ പറയുക സെക്ഷനിൽ നമ്മൾ എപ്പോഴും എടുക്കാത്ത ഒരുപാട് കുക്ക് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ ഉള്ളതാണ്. അങ്ങനെ അത് ഞാനൊന്ന് ഓർഡറിലാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതും ഒന്ന് തുടച്ചെടുക്കണം. മാഷാ അല്ലാ അൽഹംദുലില്ലാ. അങ്ങനെ നമ്മുടെ കിച്ചണിലുള്ള ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ശേഷം നമ്മളിതാ അകമൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മക്കളും കൂടി ഹെൽപ്പ് ചെയ്തപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി, ഒരുപാട് സഹായമായിട്ടും തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.